ഹായ് എല്ലാവർക്കും നമസ്കാരം. സൂക്ഷ്മദർശിനി നമ്മളെ ബേസിൽ ജോസഫും നസ്രിയയും ചേർന്ന പ്രധാന കഥാപാത്രങ്ങൾ അഭിനയിച്ച സൂക്ഷ്മദർശിനി എന്ന് പറയുന്ന സിനിമ ഇന്ന് റിലീസായി. അപ്പോൾ കണ്ടു. വലിയ പ്രതീക്ഷകളൊന്നുമില്ലാതെ പെട്ടെന്ന് ഉള്ള ഒരു തീരുമാനമായിരുന്നു. അങ്ങനെ കാത്തിരുന്ന് വെയിറ്റ് ചെയ്ത് കണ്ടതൊന്നുമല്ല. പെട്ടെന്ന് ട്രെയിലറൊക്കെ കണ്ടു. പെട്ടെന്നൊരു സാഹചര്യത്തിൽ പോകേണ്ടി വന്നു. അങ്ങനെ ഇന്ന് കണ്ടു. ചെറിയൊരു പടമാണ്, ചെറിയൊരു ബഡ്ജറ്റിൽ ഒരുക്കിയ ഒരു സ്മോൾ സ്കെയിലായിട്ടുള്ള ഒരു ചെറിയൊരു പടം. പടത്തിൻ്റെ മൊത്തത്തിലുള്ള അഭിപ്രായം എന്താണെന്ന് പറഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്ത വെച്ച് പറഞ്ഞുതരാം. പടം എനിക്ക് മൊത്തത്തിൽ ഒട്ടും അങ്ങ് ഇഷ്ടപ്പെട്ടില്ല എന്നുള്ള ഇതാണ്. ഒരു ആവറേജ് അല്ലെങ്കിൽ ഒരു ബിലോ ആവറേജ്, നമ്മളൊരു ബഡ്ജറ്റ് കൂടെ കണക്കാക്കി പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു ആവറേജ് സിനിമ എന്ന് പറയാം. പക്ഷേ മൊത്തത്തിൽ ഭയങ്കര ലാഗാണ്. അതായത് ഇഴപ്പിച്ച് കൊന്നുകളഞ്ഞു, ഇരുന്ന് ബോറടിച്ച് അങ്ങറ്റമായി. ഏതാണ്ട് ഒരു 2.25 മണിക്കൂറിൽ കൂടുതൽ സമയമുണ്ടെന്ന് തോന്നുന്നു. മൊത്തത്തിൽ പടം ഭയങ്കര ലാഗാണ്. ലാഗ് മീൻസ് എന്താണ്, എന്തോ ഒരു ഭയങ്കര ഒരു സസ്പെൻസ് ഉണ്ട്. ആ സസ്പെൻസ് കാണിക്കാൻ വേണ്ടി കൊച്ചു കൊച്ചു സീനുകളെപ്പോലും വലിച്ചിഴപ്പിച്ച് അങ്ങറ്റം എത്തിക്കുന്ന ഒരവസ്ഥയായിപ്പോയി. പിന്നെ എന്താ പറയാൻ, കഥ, തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഈ 4 കാര്യവും പറഞ്ഞാൽ ഇതിലേറ്റവും ദുരന്തമായി പോയത് തിരക്കഥയാണ്. തിരക്കഥ, സംഭാഷണം, സംവിധാനം, ഇത് 3 പോക്കാണ്. പക്ഷെ കഥ ഒരു ഉഗ്രൻ കഥയായിരുന്നു. ഒരു നല്ലൊരു കഥയാണ്. ട്രെയിലർ കാണുമ്പോൾ മനസ്സിലാവും. ഒരു രസകരമായ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ തുടങ്ങുന്ന ഒരു കഥയാണ്. ഒരു നമ്മളെ ഒരു 4-5 വീടുകൾക്കിടയിൽ ഒരു വീട്ടിൽ താമസത്തിന് വരുന്ന ബേസിലിൻ്റെ ജീവിതത്തിൽ കാണുന്ന ഒരു സംതിങ് റോങ് നമ്മളെ നസ്രിയ ഒന്ന് കണ്ടുപിടിക്കുന്നു. പിന്നെ അവിടെയുള്ള മറ്റ് സ്ത്രീകളെല്ലാം കൂടെ ചേർന്ന് അദ്ദേഹത്തെ നോട്ട് ചെയ്യുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ആ വീട്ടിനുള്ളിൽ എന്തൊക്കെയോ രഹസ്യമായ ഗൂഢ കാര്യങ്ങൾ നടക്കുന്നുണ്ട്. ഒരു കോമഡി പാറ്റേണിലാണ് പടം സ്റ്റാർട്ട് ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് പോകുമ്പോൾ പടം അത് പകുതി കഴിഞ്ഞ് പടം സീരിയസ് ആണ്. ടോട്ടലി ഇത് പറഞ്ഞാൽ അതൊരു വളരെ സീരിയസ് ആയിട്ടുള്ള ഒരു സ്റ്റോറിയാണ്. പക്ഷേ അതിൻ്റെ അവതരണ ശൈലി തുടക്കത്തിലൊക്കെ എല്ലാവരെയും ഒരു കോമഡി സ്റ്റൈലിലാണ് കാണിക്കുന്നത്. പ്രധാന സീരിയസ് കഥാപാത്രങ്ങളെ പോലും കോമഡി ആയിട്ടാണ് കാണിച്ചു തുടങ്ങുന്നത്. പിന്നെ എൻഡിങ് എന്ന് പറഞ്ഞാൽ ഒരു പക്ക സീരിയസ് കഥയാണ്. നമ്മളെ കിഷ്കിന്ധാകാന്ഡം, ബോഗെയിൻവില്ല, ഈ 2 പടത്തിൻ്റെ ഒരു പാറ്റേൺ തന്നെയാണ് ഈ സിനിമയും ഫോളോ ചെയ്തിരിക്കുന്നത്. അതായത് പടം ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഇങ്ങനെ തണുത്ത് പോവുകയാണ്. ഏറ്റവും അവസാനം ഒരു കിടിലം സസ്പെൻസ്. ഈ 2 പടം അങ്ങനെയാണല്ലോ, കിഷ്കിന്ധാകാന്ഡം, ബോഗെയിൻവില്ല. അതേപോലെ തന്നെയാണ് ഈ സിനിമയും ഈ ഒരു പാറ്റേൺ തന്നെയാണ് ഫോളോ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഈ 2 ബോഗെയിൻവില്ല, കിഷ്കിന്ധാകാന്ഡം, ആ സിനിമയുടെ ക്വാളിറ്റിയുടെ, ഈ 2 പടങ്ങളുടെയും ക്വാളിറ്റിയുടെ പകുതി പോലും വന്നിട്ടില്ല എന്ന് തന്നെ പറയാം. ശരിക്കും ഒരു TV സീരിയൽ ഒരു തിയേറ്ററിൽ കണ്ട ഒരു എഫക്റ്റ്, അത്രയേ ഉള്ളൂ. കഥാപാത്രങ്ങളുടെ അഭിനയമായാലും ക്യാമറയായാലും എല്ലാം അങ്ങനെ തന്നെ തോന്നി. ഒരു സീരിയലാണെങ്കിൽ കുറച്ച് കളറെങ്കിലും കാണും, കളർഫുള്ളായിരിക്കും, ബ്രൈറ്റായിരിക്കും. അങ്ങനെയുള്ളൊരു അതുമില്ല. പടം മൊത്തത്തിലൊരു ഡൾ എഫക്റ്റാണ്. ഒരൊറ്റ കഥാപാത്രങ്ങൾ മാന്യമായിട്ട് അഭിനയിച്ചിട്ടില്ല. നമ്മളെ പ്രേമലൂല അഖില എന്ന് പറയുന്ന ഒരു പെങ്കൊച്ചുണ്ട്. ആ പെങ്കൊച്ച് കുറച്ചുണ്ട്. അവളുടെ അഭിനയം മാത്രം കുറച്ച് നാച്ചുറലായിട്ട് ഫീൽ ചെയ്തു. ഭയങ്കര അഭിനയമൊന്നുമല്ല, കുറച്ച് നാച്ചുറലായിട്ട് ഫീൽ ചെയ്തു. ബാക്കി എല്ലാം പോക്കാണ്. ബേസിലിൻ്റെ അഭിനയം കണ്ട് മടുത്ത അഭിനയം തന്നെയാണ്. പിന്നെ നസ്രിയയുടെ കംബാക്ക് എന്നൊക്കെ പറയുന്നു. എന്ത് കംബാക്കാണ് നസ്രിയയ്ക്കൊക്കെ! ഈ കുട്ടിത്തം നിറഞ്ഞ നമ്മളെ ഈ ഓം ശാന്തി ഓശാന റോളുകളൊക്കെ പറ്റും. ഓം ശാന്തി ഓശാന, ബാംഗ്ലൂർ ഡേയ്സ്, അതിനപ്പുറം നസ്രിയ അന്നും ഇന്നും ഒന്നും ഒട്ടും ക്യാപ്പബിൾ അല്ല ഒരു കാര്യത്തിലും. പ്രൊഡ്യൂസ് ചെയ്യാനാണ് നല്ലത്, നമ്മളെ ഫഹദ് ഫാസിൽ ആൻഡ് ഫ്രണ്ട്സ്. അപ്പോൾ നസ്രിയെ കണ്ട് ബോറടിക്കും, ബേസിലിനെ കണ്ട് ബോറടിക്കും. എല്ലാ കഥാപാത്രങ്ങളും ഒരു TV സീരിയലിൻ്റെ ഒരു ക്വാളിറ്റി പോലും ഇല്ലാത്ത പെർഫോമൻസാണ്. പിന്നെ അതാണ് പടത്തിൻ്റെ ഏറ്റവും വലിയ ഇത്. കൊച്ചു സീനുകൾ പോലും പക്ക ലാഗാണ്. കുറച്ച് നല്ല കഴിവുള്ള നടന്മാരെയും ക്യാരക്ടേഴ്സിനെയൊക്കെ ഇട്ട് കുറച്ചുകൂടെ നല്ല രീതിയിൽ സംവിധാനം ചെയ്ത്, പിന്നെ സംഭാഷണമൊക്കെ വളരെ വളരെ മോശം, ഒന്നും പറയുന്നില്ല. ഒരു ക്വാളിറ്റി ഇല്ലാത്ത സംഭാഷണങ്ങൾ, മുൾമുനയിൽ നടത്താൻ പറ്റുന്ന രംഗങ്ങളെപ്പോലും നമുക്ക് യാതൊരു എഫക്റ്റും തോന്നാത്ത രീതിയിൽ അതിനെ വളരെ ഒന്നിനും കൊള്ളാത്ത രീതിയിൽ എടുത്തിരിക്കാൻ. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല രീതിയിൽ എടുത്തു കഴിഞ്ഞാൽ നല്ല ത്രില്ലിംഗ് ആയിട്ട് പോകുന്ന ഒരു സ്റ്റോറി ആയിരുന്നു. സത്യം പറഞ്ഞാൽ സൂപ്പർ സ്റ്റോറി ആയിരുന്നു. പക്ഷേ ഇതിൽ ലാസ്റ്റ് സസ്പെൻസൊക്കെ കാണുമ്പോൾ ചിരി വരും. ചിരിയാണ് വരുന്നത്. ആ രീതിയിലാണ് കാര്യങ്ങൾ പോകുന്നത്. പിന്നെ ഒരുവിധപ്പെട്ട ഒരു ശരാശരി ഓഡിയൻസിന് ക്ലൈമാക്സൊക്കെ കണ്ട് കഴിച്ച് വരുമ്പോൾ ക്ലൈമാക്സിൻ്റെ ഒരു ഗുമ്മ് പൊതുവെ ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഒരു സിനിമ എന്നുള്ള രീതിയിൽ പറഞ്ഞാൽ മൊത്തത്തിലെടുത്ത് കുളമാക്കി. നമ്മളെ MC എന്നാണ് നമ്മളെ ഡയറക്ടറിൻ്റെ പേര്. അതെന്ത് പേരാണെന്ന് എനിക്കറിഞ്ഞൂടാ. മാണിക്യചന്ദ്രനോ അങ്ങനെ എന്തോ ആണ്. MC എന്ന് മാത്രമേ ഇട്ടിട്ടുള്ളൂ, M-ഉം C-യും. ഇതാണ് ഡയറക്ടറിൻ്റെ പേര്. അത്ര കിടിലം ഏതോ ഡയറക്ടറാണ്, ആരാണെന്നറിയില്ല. പിന്നെ ഈ പടത്തിന് ഇതൊരു സീരിയലിനപ്പുറം ഇതൊരു സിനിമയാണെന്ന് തോന്നിക്കുന്ന ഒരേ ഒരു ഫാക്ടർ അതിൻ്റെ BGM ആണ്. BGM എന്ന് പറഞ്ഞാൽ മികച്ചതൊന്നുമല്ല, വളരെ മോശം.
ഈ കൊച്ചു കൊച്ചു സീനുകൾ കാണിച്ചാൽ പോലും ഇങ്ങനെ ജിങ് 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 ഇങ്ങനെ മ്യൂസിക് ഇട്ടിട്ട് തുടക്കം മുതൽ അവസാനം വരെ ഒരു സീരിയലിന് ഒരു ത്രില്ലറിൻ്റെ മ്യൂസിക് മിക്സ് ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ ആ ഒരു ഫീലേ കിട്ടിയുള്ളൂ. അങ്ങനെ പ്രത്യേകിച്ച് വേറെ ഒന്നുമില്ല. അങ്ങനെ പടം മൊത്തത്തിലൊരു വീക്ക് പടമാണ്, ഒരു ആവറേജ് അല്ലെങ്കിൽ ബിലോ ആവറേജ് പടം. അത് ചിലർക്കൊക്കെ ഇഷ്ടപ്പെടുമായിരിക്കാം, പക്ഷേ നമ്മൾ ഇത്ര കഷ്ടപ്പെട്ട് അത് ഇഷ്ടപ്പെടേണ്ട കാര്യമൊന്നുമില്ല. ഇതേ പാറ്റേണിൽ പടങ്ങൾ വന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, പടത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവസാനത്തെ ഒരു സസ്പെൻസ് അത് എടുത്തു. എനിക്ക് ചിരിയാണ് വന്നത്, എനിക്ക് ചിരി വന്നു. കഥ നല്ലൊരു കഥയായിരുന്നു. ഈ കഥയെ നല്ല കഴിവുള്ള ഒരു പാർട്ടി എഴുതിയിരുന്നെങ്കിൽ നല്ല സൂപ്പർ തിരക്കഥയിൽ, നല്ല സംഭാഷണത്തിൽ, നല്ല സംവിധാനത്തിൽ ഒരു അടിപൊളി സിനിമ എടുക്കാമായിരുന്നു. പാറ്റേൺ ഏതാണെന്ന് ചോദിച്ചാൽ ബോഗെയിൻവില്ല, കിഷ്കിന്ധാകാന്ഡം, പ്രത്യേകിച്ച് കിഷ്കിന്ധാകാന്ഡത്തിൻ്റെയൊക്കെ ഒരു പാറ്റേൺ തന്നെയാണ്. അപ്പോൾ ഇതാണ് സൂക്ഷ്മദർശിനി. അതിൻ്റെ പേര് പോലും കഥയ്ക്ക് അത്ര യോജിക്കുന്നതായിട്ട് തോന്നിയില്ല. പ്രിയദർശിനി എന്ന് കേട്ടെങ്കിൽ കൊള്ളാമായിരുന്നു. കാരണം നമ്മളെ കഥാപാത്രം നസ്രിയയുടെ പേര് പ്രിയ എന്നാണ്. കോമഡി വർക്കൗട്ടായിട്ടില്ല, സംഭാഷണങ്ങൾ വർക്കൗട്ടായിട്ടില്ല, സീനുകൾ വർക്കൗട്ടായിട്ടില്ല, ഡയറക്ഷൻ ഒന്നും വർക്കൗട്ടായിട്ടില്ല. ക്യാമറ വരെ വളരെ മോശം. പടം മൊത്തത്തിൽ ഒരു ഡൾ എഫക്റ്റാണ്. മൊത്തത്തിലൊരു സീരിയലിലെ ചില രംഗങ്ങളിങ്ങനെ ചേർത്ത് വെച്ചെടുത്ത പോലെ, ഒന്നിനും ഒരു ഫ്ലോ ഇല്ല, ഒന്നുമില്ല. പിന്നെ കുറേ മണ്ടത്തരങ്ങളുണ്ട് കഥയ്ക്കകത്ത്. ഒരു ഭൂലോക മണ്ടത്തരങ്ങൾ ഇഷ്ടം പോലെയുണ്ട്. അതിനൊന്നും യാതൊരു കുറവില്ല. മൊത്തത്തിൽ എനിക്ക് ഒരു ബിലോ ആവറേജ് പടമായിട്ടേ പറയാൻ പറ്റും. പിന്നെ ലോ ബഡ്ജറ്റ് ആയതുകൊണ്ട് ഒരു ആവറേജ് പടം. അപ്പോൾ അതാണ് സൂക്ഷ്മദർശിനി.